ഈ അറപ്പറ്റ കോഴി പുലപ്പുറത്തും കയറുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് വി.ഡി. സതീശൻ. നുണ പറഞ്ഞ് അറപ്പറ്റും. ഇന്നിപ്പോ വീണ്ടും വയനാട് ദുരന്ത ബാധിതരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ആ മനുഷ്യരോട് ഒരു അംശം പോലും സഹാനുഭൂതി പോലും ഇല്ലാതെ പച്ച നുണ പറയുന്ന കേട്ടെ. സ്വന്തം നിലയ്ക്ക് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ച ശേഷം ആരെക്കൊണ്ടൊക്കെ അഖിൽ മാരാറിനെ പോലുള്ള സാമൂഹിക ഊളകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം നടത്തിയ ശേഷം ആ വിഷയത്തിൽ സ്വന്തം നിലയ്ക്ക് പണപ്പിരിവെടുത്തു. രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കർണാടക സർക്കാരിന്റെ 100 വീട്, കോൺഗ്രസിന്റെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, 330 വീട് അന്ന് ക്യാമറകൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇപ്പോൾ സർക്കാർ ഭൂമി കൊടുത്തില്ലത്രേ. വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ ഞങ്ങൾ ദുരിതബാധിതർക്ക് സ്വന്തം നിലയ്ക്ക് വീട് വെച്ച് നൽകാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ പിരിവെടുക്കുന്നു, ആപ്പ് തുടങ്ങുന്നു, ആപ്പുമില്ല പണവുമില്ല, എന്നിട്ട് ഭൂമി വാങ്ങി എന്നൊരു തട്ടിക്കൂട്ട് വാർത്ത പുറത്തേക്ക് വന്നു. പിന്നെ അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് സർക്കാരിൻ്റെ ഭവന പദ്ധതി ഇവരെപ്പോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. ഈ ഫെബ്രുവരി മാസം അവസാനം അവർക്ക് വീട് കൈമാറാൻ പോവുകയാണ്. അപ്പോഴാണ് സതീശന്റെ ഒരു 4 മാസത്തെ കണക്ക് വരുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ വയനാട് ദുരന്തമുണ്ടായിട്ട് 1 വർഷം തികഞ്ഞു. അതിനുശേഷം ഓഗസ്റ്റ് 28, സെപ്റ്റംബർ 28, ഒക്ടോബർ 28, നവംബർ 28, ഡിസംബർ 28, ജാനുവരി 28, അതായത് 1 വർഷവും 6 മാസവും 1.5 വർഷമായി. എന്നിട്ട് വീടിനൊരു കല്ല് പോലും ഇടാതെ ആ മനുഷ്യരുടെ ചിതറിപ്പോയ ജീവിതത്തിന് മുകളിൽ കുറച്ച് PR അടിമകളായ മാപ്രകളെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ വാചകങ്ങൾ കേട്ട് നോക്കിയേ. ഇയാളൊരു മനുഷ്യനാണോ? ഇത്രമാത്രം ആ മനുഷ്യരോട് നെറുകേട് കാട്ടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നുണ പറഞ്ഞ് അറപ്പറ്റവന്റെ രീതി എന്താണെന്ന് നോക്കിക്കാണുക. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു, 3.5 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയാണ്, ഞങ്ങൾ എവിടെയാ വൈകിയത്? 1 കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ, ഞങ്ങൾ സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചു, അവർ വേറെ അവസാനമായപ്പോൾ അവർ തീരുമാനിച്ച് സ്ഥലം ഏറ്റെടുത്തു. സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് 100 വീട് വയ്ക്കാനുള്ള സ്ഥലം തരുമെന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം. സർക്കാർ 1 കൊല്ലം എടുത്തില്ല, നമ്മൾ 4 മാസം എടുത്തുള്ളൂ. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത്, സിദ്ദിഖിനെ അധിക്ഷേപിക്കുന്നത്. സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലം എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം. സാധാരണ പോയി നമ്മൾ 5 സെന്റോ 1 ഏക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളുണ്ടോ, ഗവൺമെന്റിന് ക്ലെയിം ഉണ്ടോ, പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ, നിയമപരമായ പരിശോധനകൾ നടത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലമെടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണിത്. എന്തുകൊണ്ട് 1 കൊല്ലം എടുത്തെന്ന്? ഗവൺമെന്റിന് 1 കൊല്ലം എടുക്കാം, കോൺഗ്രസിന് 4 മാസം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ സ്ഥലവും നിർമ്മിക്കും. പിന്നെ 100 വീടിന്റെ പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങളുടെ കണക്കാണ്. 20 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് 20 പൈസ കൊടുത്തത്. 20 കോടി കൊടുത്തത്. അല്ലല്ല, അത് ഘട്ടം ഉണ്ടാവില്ല. പൈസ കൊടുത്തല്ലോ, അവിടെ അത്രയല്ലേ ആയുള്ളൂ. പൈസ കൊടുത്തല്ലോ. അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ലീഗിന്റെ ഇപ്പൊ 50 വീട് പൂർത്തിയായല്ല, ഇപ്പൊ 52 അല്ലേ, 52 വീട് പൂർത്തിയായി. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലേ? അപ്പൊ എത്രയായി? ഞങ്ങളും ചെയ്യും, അത്രയേ ഉള്ളൂ. 3 മിനിറ്റ് കൊണ്ട് വീട് വെച്ച് കഴിഞ്ഞു, എല്ലാം നടന്നു. ഇനി നാളെ മുതൽ അവിടെ ആള് താമസിച്ചാൽ മതി. ആർക്കാണ് വീട്? എവിടെയാണ് വീട്? ഒരു കല്ല് പോലും അവിടെ ഇട്ടിട്ടില്ല. വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള ഒരിടം, നേരെ വാഹനങ്ങൾ പോലും എത്തില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും ഇല്ല. കോൺഗ്രസ് വാങ്ങിച്ചു, ഓക്കെയാണ്. കൽപ്പറ്റ ടൗൺഷിപ്പ് ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയാക്കി
നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തെത്തുമ്പോൾ ഒരു ചുക്കും ചെയ്യാതെ ഒരുത്തൻ വന്നിരുന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ഡയലോഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ? വാചാടോപം കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അല്ലെങ്കിൽ ആ ദുരിതബാധിതരായ മനുഷ്യരെ അവരുടെ തൊട്ടടുത്ത് പോയി നിന്ന് പറഞ്ഞു പറ്റിച്ചതിന് ശേഷവും ഈ ഉളുപ്പില്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാളെയൊക്കെ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ പടി കടത്താമോ? ചിന്തിക്കുക. നിങ്ങൾ ആ ദുരിതബാധിതരുടെ അവസ്ഥയിൽ നിന്നിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇപ്പോഴും ഒരു ചുക്കും ചെയ്യാതെ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന മൃഗ മനസ്സുള്ളവൻ അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ വേണ്ടി ജനങ്ങളോട് എന്ത് പച്ച നുണയും പറയാൻ ഉളുപ്പില്ലാത്ത വ്യക്തി. തൊട്ട് പിറകിൽ നിസ്കരിക്കുന്ന തഴമ്പുമായിട്ടൊരു മഹാൻ ഇരിപ്പുണ്ട്. ഇയാളൊക്കെ ഈ നുണ പറയാൻ കൂട്ടിരുന്ന് കൊടുത്തിട്ട് നിസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹു അത് കേൾക്കുന്നുണ്ടെങ്കിൽ പടച്ചോനൊക്കെ ഈ കള്ളന്മാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ചു പോകേണ്ടി വരികയാണ്.